തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി അതിരൂക്ഷമെന്നുള്ളതാണ്. ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിമത എംപിമാർ മറ്റന്നാൾ ലോക്സഭാ സ്പീക്കറെ കാണും. അതിനു മുൻപ് നാളെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയായും നേതാക്കൾ ചർച്ച നടത്തും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, മമതയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനുനയത്തിനും വഴങ്ങുന്നില്ല. എംപിമാർ കടുത്ത നിലപാടിലേക്ക് പോകുന്നു. ഇതിനിടയിൽ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്ന നേതാക്കൾ തന്നെ കല്യാൺ ബാനർജി അടക്കം അല്ലെങ്കിൽ ഇത്തരത്തിൽ അനുനയം വേണം അല്ലെങ്കിൽ വിമതർ ഒപ്പം നിൽക്കണമെന്നൊക്കെ നിലപാടെടുത്തവർ പോലും എതിർപക്ഷത്തേക്ക് പോവുകയാണ്. അഭിഷേകിനെ വിട്ടൊരു കളിയില്ല എന്നതാണോ മമതയുടെ ഇപ്പോഴത്തെ നിലപാട്? ഗോകുൽ പ്രവിത, ഈ മമതാ ബാനർജി അന്വയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്രത്തോളം നേതാക്കൾ, ഏറ്റവും വിശ്വസിച്ചിരുന്ന നേതാക്കൾ പോലും മമതയെ വിട്ടൊഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ഇപ്പോൾ 20ഓളം പേർ വിമത ക്യാമ്പിലുണ്ട് ലോക്സഭാ എംപിമാരിൽ എന്നാണ് വിമതപക്ഷം അവകാശപ്പെടുന്നത്. അവർ തിങ്കളാഴ്ച ലോക്സഭാ സ്പീക്കറെ കണ്ട് NDA പക്ഷത്തോടൊപ്പം ബ്ലോക്ക് ആയിരിക്കാൻ അനുമതി നൽകണം എന്ന് ആവശ്യപ്പെടും. അതിനു മുമ്പായി നാളെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഡൽഹിയിൽ എത്തുന്നുണ്ട്. അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ 20ഓളം എംപിമാർ പങ്കെടുക്കുമെന്നാണ് വിമതപക്ഷം അവകാശപ്പെടുന്നത്. അതേസമയം മമതയോടൊപ്പമുള്ള വിഭാഗം അവകാശപ്പെടുന്നത് വിമത എംപിമാർ 20 പേർ ഇല്ല, മറിച്ച് അത് 12നും 16നും ഇടയ്ക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം വിമതരുടെ പട്ടിക, അവർ ഒപ്പുവെച്ച പട്ടിക പുറത്ത് വിട്ടത്. എന്നാൽ അതിൽ പല ഒപ്പുകളും യാഥാർത്ഥ്യമല്ല എന്നും നേരത്തെ തന്നെ തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് എംപിമാരുടെ ഒപ്പുകൾ വിമതപക്ഷത്തെ നേതാക്കൾ തന്നെ വ്യാജമായി ഉപയോഗിച്ചതാണ് എന്നുമുള്ള അവകാശവാദമാണ് മമതാ പക്ഷത്തുള്ള എംപിമാർ അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കീർത്തി ആസാദ് MP ഭീഷണിപ്പെടുത്തിയാണ് വിമതപക്ഷത്തേക്ക് എംപിമാരെ കൊണ്ടുപോകുന്നത് എന്നും അവർക്ക് കായികമായി നേരിടുമെന്നും ഒപ്പം തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് വീട് ആക്രമിക്കും തുടങ്ങിയ ഭീഷണികൾ നടത്തുന്നുണ്ട് എന്നുമുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും 23 വരെ എംപിമാർ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തും എന്ന അവകാശവാദം വിമത വിഭാഗം ഇതിനകം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ തങ്ങൾ ഈ BJPയോടൊപ്പം NDA പക്ഷത്ത് നിന്നാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ വികസനത്തിന്, ജനങ്ങളുടെ ഗുണത്തിന് ആവശ്യമായ സഹകരണം ഉണ്ടാകൂ. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ NDA പക്ഷത്തേക്ക് മാറുന്നത് എന്നുള്ളതാണ്. അതേസമയം മമതാ ബാനർജി തന്നോടൊപ്പം നിൽക്കുന്ന എംപിമാരെ ചേർത്ത് നിർത്താനുള്ള അവസാന ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമത വിഭാഗത്തിന് 19 എംപിമാർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അവർക്ക് കൂറുമാറ്റ നിരോധന നിയമം ബാധകമായി മാറും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ, ആ സംഖ്യ ഒഴിവാക്കാനുള്ള ശ്രമം മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതേസമയം അഭിഷേക് ബാനർജിയെയാണ് വിമതപക്ഷത്തേക്ക് നീങ്ങുന്ന എംപിമാർ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുന്നത് എങ്കിലും അഭിഷേകിനെ കൈവിടാൻ ഇതുവരെയും മമത തയ്യാറായിട്ടില്ല. ശരി, വിമതരായി മാറുന്ന അല്ലെങ്കിൽ മമതയോട് ഔദ്യോഗിക TMCയോടൊക്കെ വിട്ടുമാറുന്ന എല്ലാവരും പറയുന്ന അഭിഷേക് ബാനർജിയുടെ നേതൃത്വം അല്ലെങ്കിൽ അഭിഷേക് ബാനർജിയുടെ പ്രമാദിത്വവും അധികാരവും ഒക്കെയാണ് ചോദ്യം ചെയ്യുന്നത്, കുറ്റപ്പെടുന്നത്. പക്ഷേ അപ്പോഴും മമതാ ബാനർജി അഭിഷേകിനെ തള്ളിപ്പറയുന്നില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല. ഇനി പാർലമെന്റിൽ എന്ത് സംഭവിക്കും? ലോക്സഭാ എംപിമാരുടെ നിലപാടെന്താകും? ആരൊക്കെയാണ് വിമതപക്ഷത്തുള്ളത്, ആരൊക്കെയാണ് മമതയെ കൈവിടുന്നത് എന്നത് തിങ്കളാഴ്ച മിക്കവാറും വ്യക്തമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.